എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ പുതിയ വീഡിയോയുടെ കണ്ടൻറ്റ് രാഷ്ട്രീയ മിലിറ്ററി സ്കൂളിനെ പറ്റിയാണ്. രാഷ്ട്രീയ മിലിറ്ററി സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ബ്രിട്ടീഷേഴ്സിൻ്റെ കാലത്ത് കിങ് ജോർജാണ് റോയൽ മിലിറ്ററി സ്കൂൾ എന്നുള്ള രീതിയിൽ ഇതിനെ തുടക്കം വെച്ചത്. അന്നത്തെ ആർമി ഓഫീസേഴ്സിനും അവരുടെ ഉദ്യോഗസ്ഥർക്കും അവരുടെ മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങി വെച്ചതെങ്കിലും ഇന്ത്യൻ ആർമി ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞ് 1952 ഈ സ്കൂൾ 70% ആർമി ആൾക്കാരുടെ കുട്ടികളെ പഠിപ്പിക്കുവാനും 30% ആർമി ഓഫീസേഴ്സിൻ്റെയും അതുപോലെ തന്നെ സിവിലിയൻ്റെയും കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ സ്കൂളിലെ സബ്ജക്റ്റ് വന്നിട്ട് സെയിം CBSE അതുപോലെ സൈനിക സ്കൂളിൻ്റെ സബ്ജക്റ്റ് തന്നെയാണ്. സൈനിക സ്കൂളിനെ പറ്റി പറഞ്ഞപ്പം സൈനിക സ്കൂളും മിലിറ്ററി സ്കൂളും തമ്മിൽ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. സൈനിക സ്കൂളിനെ പറ്റി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, സൈനിക സ്കൂൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുണ്ടെങ്കിലും മിലിറ്ററി സ്കൂൾ ഇന്ത്യയിൽ 5 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. 2 കർണാടകത്തിൽ, 1 അജ്മീർ, പിന്നെ 1 ഹിമാചൽ പ്രദേശ് എന്നുള്ള സ്ഥലങ്ങളിലാണ് ഈ സ്കൂളുകളുള്ളത്. ഈ സ്കൂളുകളിലേക്ക് 6th 9th ഇതിൻ്റെ അഡ്മിഷൻ ആരംഭിക്കുന്നത്. ഇതിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് 6th കുട്ടിക്ക് 10 മുതൽ 12 വയസ്സ് വരെയാണ് ഇതിലേക്കുള്ള അവരുടെ ഏജ് ക്രൈറ്റീരിയ പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് സ്കൂളിൽ നിന്ന് 5ാം ക്ലാസ് പാസ്സായിരിക്കണം. ഈ 9th 13 മുതൽ 15 വയസ്സ് വരെയാണ് ഇതിലേക്കുള്ള യോഗ്യത. അതുപോലെ തന്നെ 8ാം ക്ലാസ് പാസ്സാക്കിയിരിക്കുകയും വേണം. ഇത് ബോയ്സ് ഓൺലി സ്കൂളാണ്. അതുപോലെ തന്നെ ഈ സ്കൂള് പ്യുവർലി ബോർഡിംഗ് ആൻഡ് റെസിഡൻറ്റ് ആ സെയിം സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആർമിക്കാർക്കാണ് ഇതിൻ്റെ പ്രിവിലേജ് എങ്കിലും ആർമിയിലെ ഒരു ശിപ്പായി ആ ഒരു കേഡറിലുള്ള OR എന്ന് പറയുന്ന ഒരു കേഡറിലുള്ള ആൾക്കാർക്ക് അവരുടെ ഫീ വളരെ കുറവാണ്. അവർക്കത് 12,000 രൂപയും JCO കേഡറിൽ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സിൻ്റെ മക്കൾക്ക് 18,000 രൂപയും അതുപോലെ തന്നെ ആർമി ഓഫീസേഴ്സ് ക്യാപ്റ്റൻ അതുമുതലുള്ള മുകളിലേക്കുള്ള റാങ്കുകളിലുള്ള ആൾക്കാരുടെ മക്കൾക്ക് 30,000 രൂപയും അതുപോലെ തന്നെ സിവിലിയൻ്റെ മക്കൾക്കും പഠിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിവിലിയൻസിൻ്റെ മക്കൾക്ക് അത് 51,000 രൂപയുമാണ് പൈസയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പം ഇതിനകത്ത് എക്സാം വൈസാണ് അഡ്മിഷൻ ആരംഭിക്കുന്നത്. OMR ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകളാണ്. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ട്, പിന്നെ മെഡിക്കലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് അഡ്മിഷൻ ആവുള്ളൂ. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിനെപ്പറ്റി ഞാൻ എല്ലാം പറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. സെപ്റ്റംബർ 20-25 ഇതിൻ്റെ 26-27 അഡ്മിഷൻ സ്റ്റാർട്ടാവുന്നത്. അതോടെ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിനെ പറ്റി പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിരന്തരം ഇതുപോലെയുള്ള വീഡിയോകൾ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.